ഹായ്, ഗുഡ് ഈവനിങ് എവരിബഡി. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാറിൽ ഇപ്രാവശ്യം നമ്മൾ അവതരിപ്പിക്കുന്നത് 3 കൊച്ചു കൂട്ടുകാരെയും അതോടൊപ്പം തന്നെ ടീച്ചറെയുമാണ്. ആദ്യം നമുക്ക് ടീച്ചർ എന്ന് പരിചയപ്പെടാം. ഓക്കെ, എന്താണ് ടീച്ചറുടെ പേര്? എന്റെ പേര് കലാമണ്ഡലം ദ്രുത ചടുല താള മൃഗോദര സരസമ്മ. അതെന്നാ സാധനമാ? അയ്യോ, അതെനിക്ക് കിട്ടിയ അവാർഡാ. അപ്പോൾ യഥാർത്ഥ പേരെന്താണ്? യഥാർത്ഥ പേര് സരസെന്നാ. അപ്പോൾ വിളിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് സരസു എന്ന് വിളിക്കാം അല്ലേ? അയ്യോ, ദേ ഇങ്ങനെ ആഗോവിയെണ്ണം വിളിക്കുന്നത്. അതാരാ, ഭർത്താവാണോ? അല്ല, അപ്പുറത്തെ സർലയുടെ ഭർത്താവാ. അതൊന്നും പറയരുത് കേട്ടോ. ഓക്കെ. ടീച്ചർ ഇപ്പോൾ എന്തൊക്കെ ഐറ്റം ആണ് ഇവിടെ ഇവിടെ അവതരിപ്പിക്കുന്നത്? ഞാനിപ്പോ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പൊടി, കെട്ടിപ്പിടി, ഗോതമ്പ് പൊടി, ഉണക്ക ചെമ്മീൻ, ഉപ്പേരി വറുത്തത്, നാരങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ്, എല്ലാ പരിപാടിയും ഉണ്ട്. ചുരുക്കം പറഞ്ഞ ചന്തപ്പരിപാടി എല്ലാം ഉണ്ടെന്ന് അർത്ഥം. പിന്നെ ജീവിക്കണ്ടേ. ചുമ്മാ അതല്ല, ജംഗ്ഷനിൽ വന്നപ്പോ തന്നെ നാട്ടുകാരെല്ലാം പറഞ്ഞു എന്താ അറിഞ്ഞത്? ടീച്ചർ ഒരു പ്രസ്ഥാനമാണ്. ഇതാ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാത്തത്. അതെന്താ? ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ എല്ലാരും പറയുന്ന ഇതാ, എന്ത്? ഒരു പ്രസ്ഥാനമാണെന്നാ. ഓക്കെ. നമുക്കൊരു കുട്ടിയെ കൊണ്ട് വിളിക്കാം. ദിവാടി, ഇങ്ങോട്ട് വാ. നമസ്കാരം. ഈ അങ്കിളിന് നമസ്കാരം കൊട്. നമസ്കാരമുണ്ട്. ഈ അങ്കിൾ ഏതാന്നറിയാവോ? ഇതാണ് ഇന്നലെ വന്ന അങ്കിള്. എടി, അതാ ഇന്നലെ വന്ന അങ്കിളാ ഇത്. ആവശ്യമില്ലാത്തൊക്കെ എന്തിനാ തിരക്കുന്നേ? ആവശ്യമില്ലാത്തൊക്കെ തിരക്കുവോ? ഇന്നലെ വന്നെങ്കിൽ ഇന്ന് രാവിലെ പോയെങ്കിൽ ഇത് ഇന്ന് രാവിലെ വന്നെങ്കിൽ കേട്ടോ. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. വേണ്ട, ആവശ്യമില്ലാത്ത പറയരുത്. കൊതുകുതിരി കത്തിച്ച് വെച്ച് കൊന്നു കളയും ഞാൻ. ഓക്കെ. ടീച്ചറും കുട്ടികളെ വഴക്കുണ്ടാക്കണ്ട. എന്താണ് മോടെ പേര്? എന്തോന്ന്? ബൈജുമോൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ആഹാ. ബൈജുമോടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആമയോ മുയലില്ലേടി? അന്ന് അങ്ങോട്ട് തെളിച്ചങ്ങോട്ട് പറ. അമ്മ. ഓക്കെ. മോള് പഠിക്കുന്ന നൃത്തവിദ്യാലയത്തിന്റെ പേരെന്താണ്? അയ്യോ, ആവശ്യമില്ലാത്ത വർത്താനം പറയാതെ. ഒന്നാമത് പേര് ദോഷമാ. അതിന്റെ കൂടെ ആവശ്യമില്ലാത്ത പറയാ. ബാലസംഘം എന്തുവാ? അത് മതി, എനിക്ക് വയ്യ. ഓക്കെ, മോളി പറഞ്ഞ ഈ ബാലസംഘത്തിൽ എത്ര കുട്ടികളുണ്ട് പഠിക്കാൻ? അതെ, മൊത്തം 16 പേരുണ്ട്. അതിൽ 18 പേരും. അതെന്നാ കണക്കാ ടീച്ചറെ? കൊച്ചു കുട്ടിയല്ലേ, കണക്കറിയത്തില്ല. അതാ എനിക്ക് കണക്കറിയാമെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? എനിക്ക് കണക്കറിയാമെന്ന് ആരാടി പറഞ്ഞത് നിന്റെ അടുത്ത്? എന്താന്ന്? എന്റെ വലിയ ആൾക്കാർ പറയുന്ന ശ്രദ്ധിക്കുവോ? ശ്രദ്ധിക്കരുത് കേട്ടോ. ഓക്കെ. മോൾ ഏത് ഐറ്റമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? പാട്ടാണോ? നേരത്തെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടോ? സമ്മാനം എന്തുവാ? അതിന്റെ കാര്യമേ ഉള്ളോ ഓർമ്മ? എപ്പോഴും അതേ ഉള്ളോ ചിന്ത? ഇമ്മ സമ്മാനം. ഓ, അത് മതി, എനിക്ക് വയ്യ. ഓക്കെ. മോള് പറഞ്ഞ ഈ സാധനം കിട്ടിയ ഒരു പാട്ടൊന്ന് പാടാമോ? പാട്. കുറെ നേരമായാലും സാറിന് നാരനകത്ത് പിടിക്കാൻ തുടങ്ങിയിട്ട്. നാരദരാരാടി? നിന്റെ അച്ഛനാണോ നാരദരെന്ന് പറയുന്നത്? അങ്ങോട്ട് പാടുകയും മര്യാദയ്ക്ക് സന്തോഷം ഉണ്ടാക്കരുത്. മോള് കരയണ്ടെന്ന് പറഞ്ഞില്ലേ? മോളെ കരയണ്ടെന്ന് പറഞ്ഞില്ലേ? ടി വി കരയാൻ കാണുന്നു, കരയണ്ടെന്ന്. എടി, അങ്ങള് പറയുന്ന കേട്ടില്ലേടി? കരയണ്ടെന്ന് പറഞ്ഞില്ലേടി? പിന്നെ കരയുന്നതോ? വേണ്ട, തിരിച്ചോണ്ട് തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. മര്യാദക്ക് അങ്ങോട്ട് പാടുക. അങ്ങോട്ട് കരയാതെ ഒന്നുകൂടെ പാടും മോള്. അണ്ണാക്കിന്റെ ആ തീർക്കൽ കുത്തി ഞാൻ കയറ്റും. ഇതിനാണോ മോള് നേരത്തെ പറഞ്ഞത്? ഇങ്ങോട്ട് വന്നടി. ഇങ്ങോട്ട് വരാൻ. അടിപൊളി പാട്ടാണ്. അത് അടിപൊളി പാട്ടല്ലേ? എന്റെ സ്റ്റുഡൻസ് എല്ലാം നല്ല പെർഫോമൻസാ. ഈ പാട്ടെന്ന് പറഞ്ഞ ടീച്ചർക്ക് ഭയങ്കര ഹരമായിരിക്കും അല്ലേ? അയ്യോ, പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹരാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത കുട്ടിയെ വിളിക്കാം. മോളെ ഇവിടെ. നമസ്കാരം. ഇതെന്നാ സാധനം? കൊടിമരം. അതോ കതിനാക്കുറ്റിയാണോ? നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. നീ നമസ്കാരം പറഞ്ഞാൽ നിന്റെ ശവസംസ്കാരം ഞാൻ നടത്തും.
കേട്ടോ ആ. കുട്ടി നല്ല ബ്രില്യന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അയ്യോ അല്ലല്ല ഇവിടെ അമ്മയാ 3 മാസം ജയിലിൽ കിടന്നു. അതെന്തോ തന്നെ ഇപ്പൊ പറഞ്ഞതേ എന്തോന്ന് ബ്രില്യന്റിനാ ഏ? ബ്രില്യന്റാ? ആ ഇവിടെ അമ്മ 3 മാസമാ ജയിലിൽ കിടന്നു. അയ്യോ. മോടെ പേരെന്താണ്? എന്താ പാടി ഇത് അരി പാറ്റുന്നോ? പിന്നെന്താ ഇതാ പിടിച്ച് മേളോട്ട് കൊണ്ടുവന്ന് ആ നേരെ ശ്രീകുട്ടി. ശ്രീകുട്ടി എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ UK. ആഹാ. ശ്രീകുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മമ്മിയുണ്ട്, ഡാഡിയുണ്ട്, അങ്കിളുണ്ട്. എന്താ പാടി ഇത് വേണ്ട ഉടുതുണിയാണ് പറഞ്ഞേക്കാൻ ഞാൻ കേട്ടോ മര്യാദക്ക് നിൽക്കണം. ആ മമ്മിയും പപ്പ എല്ലാരും ഉണ്ടല്ലേ? എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. മോൾ ഏത് ഐറ്റമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? എന്താടി ഇത് കുറെ നേരമായല്ലോ നീ തുടങ്ങിട്ട് എന്താടി ഷട്ടി ഊരി പോണു. എടി പെണ്ണെ ഒരു പിന്ന് കുത്തിക്കൊണ്ട് വരരുതോ? ശശികല ഒരു പിന്നേരുവാ. ആ നീ ശശികലയുടെ പിന്നെ വാങ്ങിച്ചിട്ട് വേണം അവൾ ഉടുതുണിയില്ലാതെ തെക്ക് വടക്ക് നടക്കാൻ. നാളെ വരുമ്പോ 2 ആണി അടിച്ചു വെച്ചോണ്ട് വന്നേക്കണം കേട്ടോ. ലൂസാ. അയ്യോ ലൂശാണ് കയറിട്ട് കെട്ടിക്കോടി ലൂശ് അവള് ആ. ഓക്കെ. അപ്പൊ മോള് കഥയാണ് പറയാൻ പോകുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ അവതരിപ്പിക്കാമോ? പണ്ട് പൂക്കോഴിക്കും പെടക്കോഴിക്കും ഒരേ ആകൃതിയും ഒരേ വലിപ്പം ഉണ്ടായിരുന്ന കാലം. ഒരു ദിവസം അവർ ആഹാരം അന്വേഷിച്ച് പ്രശാന്ത് വനത്തിൽ പോയി. പ്രശാന്ത് മുനി എവിടെ കണ്ടാലും നിങ്ങൾ സഹോദരന്മാരാണല്ലോ ഇത് യ്യോ, യ്യോ, നിർത്ത്. ഒരു ദിവസം ആ, അവര് അവർ ആഹാരം ആഹാരം അന്വേഷിച്ച് അന്വേഷിച്ച് പ്രശാന്ത് വനത്തിൽ പോയി. പ്രശാന്ത് മുനി അവരെ കണ്ടോന്ന് ചോദിച്ചു. നിങ്ങൾ സഹോദരന്മാരാണല്ലേ? ഇത് കേട്ടോണ്ട് പെടക്കോഴിക്ക് ചിരിവന്ന പ്രശാന്ത് മുനി കാര്യം മനസ്സിലായോ? നിങ്ങളുടെ പരേശനെ അങ്ങോട്ട് പോകണമെങ്കിൽ വലിയ 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 കൊണ്ടാണ് അങ്ങോട്ട് പോകണേ. പെടക്കോഴി വന്നിട്ട് ടീച്ചറെ കഥ കഴിഞ്ഞു. ഏ? കഥ കഴിഞ്ഞു. ഇതിനെ പഠിപ്പിച്ചെന്ന് എന്റെ ഭർത്താവിന്റെ കഥ കഴിഞ്ഞതാ. അതല്ല ആ കുഞ്ഞിന്റെ കഥ കഴിഞ്ഞോ നോക്കാൻ. ഓ അതങ്ങനെ കഴിയുന്ന സൈസൊന്നും അല്ല. എന്നാ ശ്വാസം പിടിച്ചെന്നാ കഥ പറഞ്ഞത്? ഓ അതിങ്ങനെ പയറ് വറുത്ത പോലെ കിടക്കും അതങ്ങ്. ഈ കഥയും ടീച്ചറാണോ പഠിപ്പിച്ചു കൊടുത്തത്? ഈ കഥയും കമ്പോസ്റ്റ് ചെയ്തത് ഞാൻ ഒറ്റ ഒരുത്തിയാ. ആഹാ. ഈ കഥയും പാട്ടുമല്ലാതെ വേറെ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ? കഥയും പാട്ടും അല്ലാതെ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് പഠിപ്പിക്കുന്നത് കൂടിയാട്ടം. കൂടിയാട്ടം. ആ. ഈ കൂടിയാട്ടത്തെ കുറിച്ച് 2 വാക്കൊന്ന് പറഞ്ഞു ആ കൊടുക്കും. കൂടിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ. നമ്മൾ 4-5 പേര് കൂടി നിന്ന് ആടുന്നതിനെയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. സിമ്പിൾ. ആ. അടുത്തായിട്ട് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കുട്ടി വിളിക്കാം അല്ലേ? വിളിക്കാം അതല്ലേ നല്ലത്? മോളെ ഡേ വാടേ ഡേ. അമ്മ എന്താ പാടിയത്? എന്താ പാടി തോരണമൊക്കെ ഡാൻസാ? നീ എന്തോ ഷക്കയിലേക്ക് പഠിക്കുവാണോ? എന്താ ഈ കഴുത്തേ കിടക്കുന്നത്? നക്സലൈറ്റ്. എന്തോ അമ്മ ഉത്സവത്തിന് മേടിച്ചോന്ന നക്സലൈറ്റ്. എന്നാ പിന്നെ തീവ്രവാദി എന്നങ്ങ് പറഞ്ഞാ പോരെ. നിന്റെ പേര് നക്സലൈറ്റ് ഒന്നല്ല, നിക്കോളാസ്. മനസ്സിലായോ? അങ്ങോട്ട് തുടങ്ങാം അങ്ങോട്ട്. ഓക്കെ. മോള് ക്യാമറ എവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കൊടുക്ക്. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കൊടുക്കടി. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കൊടുക്ക്. അങ്ങോട്ട് തിരിക്കും. എന്നാ ടീച്ചറെ സ്പ്രിങ് തിരിഞ്ഞു ഉണക്ക് തിരിഞ്ഞു അവിടെ പോകണം. പേര് സ്പ്രിങ്കി എന്നാതാ. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പ്രിങ്കി കൊടുക്കടി. മോളെ. തുടങ്ങാം. സ്പ്രിങ്കി മോൾ ഏതായിട്ടോ അവതരിപ്പിക്കാൻ പോകുന്നത്? ഡാൻസ്. ഡാൻസ് ആണോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഒരു ഡാൻസ് അവതരിപ്പിക്കാമോ? ആ ഡാൻസ്. ടീച്ചർ കളിക്കും. ആ ഇനി എന്നെ കൊണ്ട് കളിപ്പിക്കും. ആ ഞാൻ പാടാം. അപ്പൊ തുടങ്ങാം. മാനത്തൊരു നാട്ടിലെ തക 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 ഇത്തക മാരിവിലിൻ ചോട്ടിലെ തക 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 ത പൊന്മുട്ടായിടുന്നൊരു താരാവേ. ആ പൊന്മുട്ടായിടുന്നൊരു താരാവേ. ആ കൂട്ടിലിടാൻ പറ്റൂല, കൂട്ടം തെറ്റി പോകൂല, കൊഞ്ചി കൂടി താരാവേ. മാനത്തൊരു നാട്ടിലെ മാരിവിലിൻ ചോട്ടിലെ കുഞ്ഞി കോണങ്ങി വരും താരാവേ. താരാവേ. ആ കൊഞ്ചി കോണങ്ങി വരും താരാവേ. താരാവേ. ആ കൊഞ്ചി കോണങ്ങി വരും താരാവേ. ഓ താരാവേ. ആ കൊഞ്ചി കോണങ്ങി വരും താരാവേ. ആ താരാവേ. ആ കൊഞ്ചി കോണങ്ങി ടീച്ചറെ താരാവേ. ടീച്ചറെ. കരിപ്പൊടി അവിടുന്ന് പട്ടിച്ചാട്ടം കിടന്ന് എന്നാ ടീച്ചറെ ഇത്? ഒന്നൂടെ കളിക്കും. നീ ഒന്നുകൂടെ കളിക്കാൻ പോകുന്നു. ഇത്രയും കിടന്ന് പട്ടിച്ചാട്ടം ചാടിയിട്ട് നീ ഒന്നുകൂടെ കളിക്കാൻ പോകുന്നു. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നത് എന്നാ ഡാൻസാ ടീച്ചറെ? എന്താ? ഇങ്ങനെയൊക്കെയാണോ ഡാൻസ് കളിപ്പിക്കുന്നത്? എന്താ ഇതിനകത്ത് എവിടെ താളം, ഇതിനകത്ത് എവിടെ സംഗീതം? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. താളമില്ലാഞ്ഞിട്ടാണോ നീ കൊച്ചിന്റെ കൂടെ കിടന്ന് ചാടിയത്? ഞാൻ കിടന്ന് ചാടിയത്? അവൻ കിടന്ന് ചാടിയിട്ട് പറയാ താളമില്ലെന്ന്. കൊള്ളാം. ആ കുഞ്ഞ് തട്ടി വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചിരുത്തി വല്ല കുഴപ്പമായി അയ്യോ ഇയാളെ പിണിച്ചില്ലേ അങ്ങ് തട്ടി പറിച്ച് അങ്ങോട്ട് പോകത്തില്ല. ഇയാളോട് പിണിക്കാൻ ആര് പറഞ്ഞു? ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തള്ളതേന്റെ സ്വഭാവം നിന്നെ ബസ് സ്റ്റാൻഡിൽ കാണിട്ടില്ല. അടാ 10-25 വർഷമായി സരസമ്മ ഈ പണി തുടങ്ങിയിട്ട്. അറിയാവൂടാ എന്റെ കൈയുടെ അംഗവിക്ഷേപങ്ങളും ചലനങ്ങളും ഈ നാട്ടിലുള്ള പിള്ളേരൊക്കെ പഠിച്ചു വെച്ചേക്കുന്ന. അറിയാവൂടാ? ആഹാ. ആ. എന്തോന്ന് അംഗവിക്ഷേപങ്ങള്, എന്താ? എന്തോന്ന് ചലനങ്ങള്. എന്താ? അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പ്രേക്ഷകർക്ക് മുമ്പിൽ ഒരു ചൂടൊന്ന് കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എടാ 1 അല്ല 9 ചുവടുകളും സ്റ്റെപ്പുകളും സരസമ്മ കാണിക്കും. ആ പക്ഷെ ചുമ്മാതെ കാണിക്കത്തില്ല. പിന്നെ
ഞാനേ ആ. ചെലങ്ക കെട്ടിക്കൊണ്ട് വരട്ടടാ, കാണിച്ചു തരാം.